എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാവുന്നത് ഇടിയൻ ചക്ക തോരൻ. നമ്മൾ ചെറിയ ചക്ക ഉണ്ടല്ലോ, അത് തോരൻ വയ്ക്കുന്ന രീതി ഞാൻ വയ്ക്കുന്ന രീതിയാണ് കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വയ്ക്കുന്നത്. അത് നമ്മൾ ആദ്യം വെട്ടിയെടുക്കും. അതിൽ പകുതി ഇത് ഇത്ര വെട്ടിയിട്ടുണ്ട്. നമ്മൾ കയ്യുമ്മ ഇത്തിരി വെളിച്ചെണ്ണ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വെളിഞ്ഞി, ഇവിടെയൊക്കെ വെളിഞ്ഞിന്ന് എന്താ പറയണേ, വെളിഞ്ഞിനൊന്നും ആവില്ല. ഇതിൻ്റെ ഈ കൂഞ്ഞിൽ ഈ സാധനം കളയണം. കണ്ട, ഇതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വേവില്ല, ഇത് കളയണം. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ മുറിച്ചിട്ട് ഇത് പീസാക്കണം. എന്നിട്ട് ഇതിൻ്റെ മുള്ളിത് ഇങ്ങനെ ചെത്തണം. പീസാണ് എടുക്കേണ്ടത്. ഞാനിത് ഇങ്ങനെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തൊണ്ട് കളഞ്ഞ ഇടിച്ചക്കയുടെ ബാക്കിയുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കണേ. ഇത് ഈ കരിമുള്ള് കളയണം. അതിൻ്റെ കരിമുള്ളും കൂഞ്ഞിൽ ഇതൊക്കെ നമ്മൾ കണ്ടിച്ച് ഇതൊന്നും വേവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ട, ഇതൊക്കെ നമ്മൾ ചെത്തിക്കളയണം. ഇതൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമാണ് ഇത്. അപ്പോൾ ഇത് കഴുകിയ ചക്കയാണ്. നമ്മൾ ഇനി ഇട്ടു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കുറച്ചിട്ടേ ചതി. കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളകൊക്കെയാണ് സ്വാദ്. കൊല്ലമുളക് കുറച്ച് ചേർത്തേച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം, അത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇത് അവിടെ നിന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ചക്കയുടെ വെള്ളം എല്ലാം വറ്റി. ഇനി നമ്മൾ ഈ വെള്ളം വേവിച്ച് വെച്ചേക്കണ ചക്ക ഈ ചക്ക നമുക്ക് ഇതുമാതിരി തന്നെ ഒന്ന് മിക്സിയിൽ ചൂടാറി കഴിയുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിങ്ങനെ ഇതായിട്ട് വരുള്ളൂ. കണ്ട, ഇത് വെന്തേക്കണം. ഉണ്ടാ ഇത് നല്ലോണം വെന്താണ്ട. നമ്മൾ ചക്ക കണ്ട ഇതുമാതിരി മിക്സിയിലിട്ടൊന്ന് തിരിച്ചാൽ മതി. നല്ലോണം വെന്ത ചക്കയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം അരക്കരുത് കേട്ടോ. അധികം തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരഞ്ഞ് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നുമില്ലാണ്ടാവും, ഒറ്റ ഉണ്ടയായിട്ട് വരും. ഇത് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേച്ചാൽ മതി. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചതയ്ക്കാനുള്ളത് തേങ്ങ, 2 വെളുത്തുള്ളി, കാന്താരിമുളക്, ചുവന്നുള്ളി, പിന്നെ കുറച്ച് ജീരകമില്ലേ, ചെറിയ ജീരകം, ഇത് മതി. ഇത് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേച്ചാൽ മതി. അധികം അരയാൻ പാടില്ല, വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നാളികേരം ഇട്ടു, നാളികേരവും ജീരകവും, പിന്നെ 2 വെളുത്തുള്ളി, മുളക്, പിന്നെ ചുവന്നുള്ളി ഇടണം കേട്ടോ. നല്ല സ്വാദുണ്ടെങ്കിൽ ചുവന്നുള്ളി തന്നെ ഇടണം. സവാളയൊന്നും ഇട്ടാൽ സ്വാദുണ്ടാവില്ല. പിന്നെ 2 കറിവേപ്പില, ഇത്രയും ചതച്ച് ഇങ്ങനെ എന്നിട്ട് ചതയാനുള്ളൂ. ഒരുപാട് അരയാൻ പാടില്ല. വെറുതെ ഒന്ന് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തേച്ചാൽ മതി കേട്ടോ. ചട്ടി വെച്ചു. നമ്മളിതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ ചട്ടി നമ്മൾ ആ ചക്ക വേവിച്ച ചട്ടി തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇരിക്കുന്നത്. കുറച്ച് കടുക്, ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ടു. പിന്നെ മെയിൻ ഈ അരിയാണ്. അരി എന്തായാലും ഇടണം കേട്ടോ. അരി ഇട്ടാലാണ് ഇതിന് രസമുള്ളൂ. അരിയാണെങ്കിലും മെയിൻ അരി ഒന്ന് കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്.
നമ്മൾ ചീരത്തോരൻ വയ്ക്കുമ്പോൾ ചീരയിലും വയ്ക്കുമ്പോൾ അതുമാതിരി കൊടപ്പൻ തോരൻ വയ്ക്കുമ്പോൾ ചക്ക ഇടിയൻ ചക്ക തോരൻ വയ്ക്കുമ്പോൾ ഒക്കെ നമ്മൾ ഈ അരി ഇടും. പിന്നെ കറിവേപ്പില കറിവേപ്പില നമുക്ക് ഈ അരപ്പൊന്നിട്ട് കൊടുക്കാം. അരപ്പിൻ്റെ പച്ച മണന്ന് കേൾക്കാം. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഈ നാളികേരത്തിന്. ഇത് ഉപ്പ് പൊടി ചക്കയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അതിലിടാമുള്ളൂ. ഈ നാളികേരം ഇടുമ്പോഴേ ചക്കയിൽ ഉപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഉടച്ചു വെച്ചേക്കണം ഈ ചക്ക ഇതൊന്ന് മിക്സ് ചെയ്ത് അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇപ്പം ഇനിയും ചക്കയുടെ ഒക്കെ സീസണാണ് കേട്ടോ വന്നത്. ഇഷ്ടംമാതിരി ഇടിയൻ ചക്ക ഇല്ലാത്തവർക്ക് മേടിക്കാനും കിട്ടും. ഞങ്ങൾ മേടിച്ചതാണ്, നമുക്ക് ചക്കയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ഇഷ്ടംമാതിരി ചക്കയുടെ സമയമാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഇത് ഉണ്ടാക്കണവരുണ്ട്, അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കിട്ടിയിട്ട് എങ്ങനെയാണെന്ന് ഈ പിള്ളേർക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ തന്നെ താമസിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അത് കാണിച്ചേക്കുന്നത്. ഇഷ്ടംമാതിരി ചക്കകൾ ഇനിയും വരും. അപ്പം നമ്മുടെ വീട്ടിലില്ലെങ്കിലും മേടിച്ച് നമ്മൾ ഈ ക്യാബേജും ഇതൊക്കെ മേടിച്ച് കഴിക്കണേക്കായൊക്കെ നല്ലതാണ് ഇടിയൻ ചക്ക തോരൻ വയ്ക്കണത്. ആ വിലയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ച് ഇല്ലാത്തവർ മേടിച്ചാൽ ഈ പ്ലാവുമ്പോൾ ഉള്ളവരാണെങ്കിൽ അത് മേലെ പൊട്ടിച്ച് നമ്മൾ ഇതുമാതിരി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.